സുപ്രീം കോടതി ആലോചിക്കുന്നു ഇവർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ, ജൻസികൾക്ക് മാപ്പ് കൊടുക്കാൻ. അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, പാർലമെൻറ്റിന് നേർക്ക് മാർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് അവരൊരു ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ സുപ്രീം കോടതി ശരി മാപ്പ് കൊടുക്കും. ഇതിനൊരു ന്യായമുണ്ട്. ചോദിക്കാതെ തന്നെ മാപ്പ് കൊടുക്കുന്നത് സുപ്രീം കോടതി ദുർബലമാണെന്നുള്ളതിൻ്റെ അടയാളമായിരിക്കും. ഈ ഒരൊറ്റ സമരം കൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നാളെ അടുത്ത സമരം വേറെ എവിടെയെങ്കിലും, തിരുവനന്തപുരത്ത്, ചെന്നൈയിൽ എവിടെയെങ്കിലും, അവിടെ സുപ്രീം കോടതി എന്ത് ചെയ്യും? അതോ ബ്ലാങ്കറ്റായിട്ട് സുപ്രീം കോടതി ഒരു ഓർഡർ ഇറക്കാൻ പോവുകയാണ്, സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം മാപ്പ്? ശരി, ഓക്കെ, അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കുക. പിന്നെ പോലീസിൻ്റെ ജോലി എന്താ? ഏതായാലും മാപ്പ് കൊടുക്കാനാണ് പോകുന്നത്. പിന്നെ ഞാനവിടെ പോയി വായി നോക്കി നിൽക്കുന്ന എന്തിനാണെന്നല്ലേ പോലീസുകാരൻ വിചാരിക്കുകയുള്ളൂ. ഈ പോലീസുകാരൻ്റെ ഭാഗം വാദിക്കാൻ ആരുമില്ലേ ഈ നാട്ടിൽ? പോലീസുകാരും മനുഷ്യരല്ലേ? അവരെ ഈ യൂണിഫോം ഇട്ട് ലാത്തിയും കയ്യിൽ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ക്രമസമാധാനം എന്തിനല്ലേ? അതോ ആരെന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ലാത്തി ഇങ്ങനെ കുത്തി ചാരി നിൽക്കാനാണോ? ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്. ദർ ഹാസ് ടു ബി എ റൂൾ ഓഫ് ലോ. നിയമവാഴ്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. അതല്ല ചുമ്മാ കയ്യൊക്കെയുള്ളവനും കാര്യക്കാരൻ എന്നുള്ള സ്ഥിതി വന്നാൽ മതിയോ? അതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു ബേസിക് ചോദ്യം അവരെ ചൊടിപ്പിച്ചത്, വിദ്യാർത്ഥികളെ തല്ലിക്കൂടെ? വിദ്യാർത്ഥികൾ പോകൃതരം കാണിച്ചാൽ തല്ല് കിട്ടും. വിദ്യാർത്ഥിക്ക് എന്താണ്? BNS ഒരു എക്സംഷൻ ഉണ്ടോ വിദ്യാർത്ഥിക്ക്? BNS ആകെ നോക്ക്, 7 വയസ്സിന് താഴെ കുറ്റമേ അല്ല, അവരെന്ത് ചെയ്താലും കുറ്റമല്ല. 7 മുതൽ 12 വരെ അവരുടെ കുറ്റമാണ് എന്നവർ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ച് ശിക്ഷിക്കാം. 7 മുതൽ 12 മുതൽ 18 വരെ കുറ്റത്തിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായില്ല കാര്യമാണ് എന്നൊക്കെയാണെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടും. 18 കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും വിദ്യാർത്ഥിയായാലും ചുമട്ടുതൊഴിലാളിയായാലും റെയിൽവേ ഉദ്യോഗസ്ഥനാണെങ്കിലും KSRTC ആണെങ്കിലും ശിക്ഷ ഒന്ന് തന്നെയാണ്. എനിക്കും ലിയോയ്ക്കും ഒക്കെ ഒരേ ശിക്ഷയാണ്. അതെ. BNS ഇല്ലാത്ത ഒരിളവ് സുപ്രീം കോടതിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇതാണ് റിസ്വാൻ അഹമ്മദ് ചോദിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ കൊടുക്കണമെങ്കിൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കണം. വിദ്യാർത്ഥി ആയിരിക്കുന്നിടത്തോളം കാലം അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ല. സന്തോഷം, വിദ്യാർത്ഥികൾക്ക് കോടാലി എടുത്ത് സ്വന്തം അച്ഛനെ തന്നെ കൊന്നുകളെ. 1600 രൂപ പെൻഷൻ അമ്മുമ്മയ്ക്ക് കിട്ടുന്നൊരു ചെറുക്കൻ അമ്മുമ്മയെ കൊന്നുകളഞ്ഞില്ലേ 1600 രൂപ എടുക്കാനായിട്ട്? എല്ലാ മാസവും അമ്മുമ്മ, തിരുവനന്തപുരത്തെ കണ്ടാണത്, എല്ലാ മാസവും അമ്മുമ്മയുടെ പെൻഷൻ അവനാണ് മേടിച്ചെടുക്കുന്നത്. ഒരു മാസം അമ്മുമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഗുളിക മേടിക്കാനുണ്ടാ, ഇത്തണ 1600 ഞാൻ എടുത്തോട്ടെ. ആ ദേഷ്യത്തിന് ചുറ്റിക വെച്ച് തലയ്ക്കടിച്ചു വന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ അത് ജെൻസിയോ ജെൻ ആൽഫ എനിക്ക് അറിഞ്ഞുകൂടാ. 13 വയസ്സുള്ള പെൺകുട്ടി, അതിൻ്റെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് അപ്പൂപ്പനെ കൊന്നിരിക്കുന്നു. എവിടെയത്? ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ കഴിഞ്ഞ ദിവസം. ഇവരെല്ലാം അങ്ങ് കുറ്റവിമുക്തരാക്കുന്ന ഒരു ബ്രാക്കറ്റ് കംപ്ലീറ്റ്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. 13 വയസ്സുള്ള എല്ലാവരും വിദ്യാർത്ഥിയായിരിക്കുമല്ലോ. വിദ്യാർത്ഥികളുടെ കുറ്റം മാപ്പാക്കിയിരിക്കുന്നു, വീട്ടേക്ക് സന്തോഷം. അപ്പോൾ റൂൾ ഓഫ് ലോ എവിടെ പോകും? നിയമവാഴ്ച എവിടെ പോകും? ആരുടെ കുറ്റത്തിനാണ് പിന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നത്? വന്നും പോയി നമ്മൾ 2 പേര്, ലിയോയും മോഹൻദാസും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും, ബാക്കി 140 കോടി ആൾക്കാർക്കും സന്തോഷം. ഇങ്ങനെയാണോ? ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്, ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.